Hello friends, welcome back to this new concept of Tech Flora. I am Bindu Joseph from Kozhikode. സാധാരണഗതിയിൽ ബോൾ അരേലിയയിൽ ആരും തന്നെ പരീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുക. അതായത് ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. ബോൾ അരേലിയയിൽ ലെയറിങ്ങിലൂടെ പെട്ടെന്ന് ചെടിയെ മെച്ചുറാക്കുന്ന രീതിയിൽ പ്രൊപ്പഗേഷൻ നടത്തുന്ന ഒരു രീതി ഞങ്ങൾ പരീക്ഷിക്കുകയുണ്ടായി. അത് ആ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതായത് ബോൾ അരേലിയയുടെ പരിചരണം എന്നെല്ലാം നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതോടുകൂടി തന്നെ ലെയറിങ് എന്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ രണ്ട് വീഡിയോയും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതതിൻ്റെ മൂന്നാമത്തെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ബോൾ അരേലിയയുടെ പരിചരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു മദർ പ്ലാന്റിൽ നിന്നും ചെറിയ തൈകൾ ഉണ്ടാക്കുക എന്ന് പഠിച്ചു. അതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. സാധാരണഗതിയിൽ ഇതിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്തെടുത്ത് പോട്ടിംഗ് മിക്സ്ചറിലേക്ക് പ്ലാന്റ് ചെയ്ത് അത് ഒരു 2 മാസം 3 മാസം എടുത്ത് വേര് വന്നതിന് ശേഷം വീണ്ടും അതിനെ റീപ്ലാന്റ് ചെയ്ത് ചെടിയെ എങ്ങനെ വലുതാക്കി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ആ ട്രഡീഷണൽ മെത്തേഡ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ്. ഒരുപാട് ടൈം എടുക്കുന്നു. ഒരു വർഷമെങ്കിലും ഓൾമോസ്റ്റ് വേണം ഒരു ചെടി ഒരു അല്പമെങ്കിലും മെച്യൂർ ആവാനായിട്ട്. ആ ടൈം ഒരുപാട് എടുക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്ക് ലെയറിങ്ങിലൂടെ പെട്ടെന്ന് തയ്യെ വലുതാക്കിക്കൂടാ. അങ്ങനെയാണ് നമ്മൾ ഈ ബോൾ അരേലിയയിൽ ലെയറിങ് പരീക്ഷിച്ചത്. ലെയറിങ്ങിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ലെയറിങ് ചെയ്യാൻ നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഒന്നുകൂടെ പറയണം. ഇതുപോലെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ബഡിങ് നൈഫ് അതർവൈസ് ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ അതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളയുന്നു, ചിരണ്ടി കളയുന്നു, തൊലി പൊളിച്ച് കളയുന്നു. അതിനുശേഷം നമ്മൾ കയർപ്പിട്ട് ചകിരിച്ചോറ് നല്ലതുപോണം കറ കളഞ്ഞ ചകിരിച്ചോറ് വൃത്തിയാക്കിയ ചകിരിച്ചോറ് നനച്ചതിന് ശേഷം പിഴിഞ്ഞു കളയുക. നല്ലവണ്ണം വെള്ളം പാടില്ല, വെള്ളം കുറവും പാടില്ല. ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ഒരു പുട്ടുപൊടിയുടെ പരുവം എന്നൊക്കെ പറയാം. ആ രീതിയിൽ നനവുള്ള ചകിരിച്ചോറ് ഈ തൊലി കളഞ്ഞ ഭാഗത്ത് പ്ലാസ്റ്റിക്കിൽ കെട്ടിവെക്കുന്നു. നമ്മൾ ലെയറിങ്ങിനും ബഡിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്തിയ ആ പ്ലാസ്റ്റിക് വെച്ച് കെട്ടിവെക്കുന്നു. 1 മാസം കൊണ്ട് തന്നെ വേര് വരും. നമുക്ക് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ ലെയർ ചെയ്തപ്പോൾ ഉണ്ടായ അവസ്ഥയാണ്. അന്ന് ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തതല്ല, പക്ഷേ അത് നമ്മുടെ ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചു. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ലെയറിങ്ങിന് ഉപയോഗിച്ച പ്ലാന്റാണിത്. ഓഗസ്റ്റ് മാസത്തിൽ ലെയറിങ്ങിനായിട്ട് ഒരു മദർ പ്ലാന്റ് ഉപയോഗപ്പെടുത്തിയിരുന്നു. അത് ആ ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ നിന്നല്ല ഇത് ഈ പാർട്ട് കംപ്ലീറ്റ് നമ്മൾ ലെയർ ചെയ്തതാണ്. ഇപ്പോൾ ഇതാണ് നവംബർ മാസം ആയപ്പോഴത്തേക്കും ആ ചെടിയുടെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നമുക്ക് നോക്കാം. നമ്മുടെ വലിയ ഒരു ബോൾ അരേലിയയുടെ മദർ പ്ലാന്റ് ആണിത്. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീനിഷ് കളറിൽ, അല്ലെങ്കിൽ നല്ല ഗോൾഡൻ നല്ല യെല്ലോയിഷ് കളറാവും. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അത് തൈ ഉണ്ടാവാനായിട്ട്. വേര് പിടിച്ച് കിട്ടിയാലും ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ ലെയർ ചെയ്തപ്പോൾ നിറയെ ലെയർ ചെയ്ത് വെച്ചിരുന്നു. ഇതുപോലെ ഒരു പ്ലാന്റിൽ നമ്മൾ ലെയർ ചെയ്താണിത്. ഒരു മാസം കൊണ്ട് തന്നെ ഇതിനകത്ത് മുഴുവനും വേര് വന്നു. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല വലുപ്പം ഒട്ടിയ പ്ലാന്റ് തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ബോൾ അരേലിയ ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് വേര് വരാനായിട്ട്. 1 മാസം സമയം ആവശ്യമില്ല. ആ ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പ്ലാന്റുകളായതാണ് അതിന്റെ വേരുകൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ കിട്ടും. ഈ ഒരു സൈസിലേക്ക് നമുക്ക് പ്ലാന്റിനെ എത്തിക്കാനായിട്ട് 1 മാസം മതി. ഓരോന്നിനും നിറയെ വേരുകളാണ്. ഓരോന്നിലും വേര് വന്നിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഇതിൻ്റെതായ അല്ലെങ്കിൽ ബഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് ആണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോന്നും ഇതുപോലെ വേര് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയും പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മദർ പ്ലാന്റിൽ നിന്നാണ്. ഇനിയും അതിനകത്ത് ഇത്രയും തന്നെ തൈകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1000 കണക്കിന് രൂപയുടെ തൈ ഒറ്റ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് കഴിയും.
ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത്രയും സൈസുള്ള ഒരു മദർ പ്ലാന്റിനെ നമ്മൾ വെട്ടി ഷേപ്പാക്കി നല്ല ഭംഗിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എമൗണ്ട് ഒരു പ്ലാന്റിനെ നമ്മൾ വിറ്റാൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു 2000 രൂപയുടെ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയും. അതേസമയം നമ്മൾ ഇതുപോലെ ആ മദർ പ്ലാന്റിനെ നമ്മൾ തൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ഇങ്ങനെ ലെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു തൈ പോലും നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 50 തൈ ഞാൻ അവിടെ കാണിച്ചു തന്നു. ഒരു 50 തൈകളോളം നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 50 പ്ലാന്റ് കൂടെ ഉണ്ടാക്കാനുള്ള സൈസ് ഈ മദർ പ്ലാന്റിന് ഉണ്ട് താനും. അപ്പോൾ 2000 രൂപ മാക്സിമം നമുക്ക് മേടിക്കാവുന്ന ഒരു തൈയിൽ നിന്ന് നമ്മൾ തൈ ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 5000 രൂപ ഇങ്ങനെ ഒരു ഒറ്റ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ വേര് പിടിപ്പിച്ചെടുത്ത ഈ തൈ ഒരു 2 മാസം കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഈ തൈ ഏകദേശം ഒരു 100 രൂപയുടെ വലുപ്പമാവും. അപ്പോഴത്തേക്ക് നമുക്ക് ചട്ടിയിൽ ഷേപ്പാക്കി നിർത്തി കഴിഞ്ഞാൽ 100 രൂപ ഈസി ആയിട്ട് നമുക്ക് മേടിക്കാനുള്ള ഒരു സൈസ് ആവും ഈ പ്ലാന്റ്. അപ്പോഴും അതിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ മദർ പ്ലാന്റിന് ഒരു കേടും ഉണ്ടാവില്ല. നമ്മൾ ആ മുറിച്ച ഭാഗങ്ങളെല്ലാം തന്നെ വീണ്ടും അത് പൊട്ടിമുളച്ച് അത് അതിന്റെ സവിശേഷത നിലനിർത്തിക്കൊണ്ട് ആ മദർ പ്ലാന്റ് അതിന്റെ സൈസിൽ തന്നെ നിലനിൽക്കൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മദർ പ്ലാന്റും അതുപോലെ നമുക്ക് അവിടെ ഉണ്ടാവും. അതേസമയം നമുക്ക് അതിന്റെ ഇരട്ടി, അതിന്റെ വാല്യൂവിന്റെ ഇരട്ടി വിലയ്ക്ക് ഉള്ള തൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അന്ന് ലെയർ ചെയ്ത് വെച്ച് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റിയ തൈകളാണിത്. ഈ രീതിയിൽ നമുക്ക് ലെയറിങ്ങിലൂടെ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ we will meet again soon with a new concept. Till then, bye bye. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left.